ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജീവിന്റെ ആക്സിഡന്റിനെ കുറിച്ച് വന്ദന കൊടുത്ത പരാതി അന്വേഷിക്കണമെന്ന് വന്ദന ACPയോട് അങ്ങോട്ട് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നു. എനിക്ക് പരിചയമുള്ളൊരു കോൺസ്റ്റബിൾ ഇങ്ങോട്ട് വിളിച്ച് വിവരം പറഞ്ഞതാ. വന്ദന, റിലാക്സ്. എന്തായാലും വന്ദന കൊടുത്ത പരാതി ഫലം കണ്ടു. ആക്സിഡന്റൽ ഡെത്ത് എന്ന് വിധി എഴുതിയ ഈ കേസ് പുനരന്വേഷിക്കാനാ ഞാൻ വന്നിരിക്കുന്നത്. ആ സ്ഥിതിക്ക് എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാനുണ്ട്. ഇനി ഈ കേസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. വന്ദന പൊയ്ക്കോ. താങ്ക് യു മാഡം. ഞാൻ വിളിക്കുമ്പോ വന്ദന ഇനിയും വരേണ്ടി വരും. ആ വരാം. ശരി. ഞാൻ കൊടുത്തുവിടാം. മേഡം, ആ രാജീവ് മേനോൻ കേസിന്റെ ഫയൽ ഒന്ന് എടുക്കൂ. ശരി മേഡം. ഹലോ. ഹലോ, ഞാനാ. ആ ACPയുടെ ഓഫീസിൽ നിന്നാ. പറടോ. സാറിന്റെ മരുമകള് ഇവിടെ ACPയെ കാണാൻ വന്നിരുന്നു. ആര്? വിധിയോ? അല്ല സാറേ, ജയൻ കല്യാണം കഴിച്ച പെണ്ണില്ലേ, വന്ദന. ആ കുട്ടി തന്നെ. എന്തിനാടോ വന്നത്? സത്യമാണോ താൻ പറയുന്നത്? സത്യമാണ് സാർ. ആ പെണ്ണ് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ആക്സിഡന്റ് മരിച്ച രാജീവ് മേനന്റെ കേസ് ഫയൽ എടുക്കാൻ ACP എന്നോട് പറഞ്ഞിരിക്കുക. താനിതെന്തിനാ എന്നോട് പറയുന്നത്? അല്ല, സാറിന് വേണ്ടപ്പെട്ടവരാരെങ്കിലും ആണ്, സാറിന്റെ പാർട്ടിയിൽപ്പെട്ടവരാരെങ്കിലും ഇതിന്റെ പിന്നിലുള്ളതെങ്കിൽ സൂക്ഷിക്കണം. ACP വൈക ആള് പുലിയാ. വെറും പുലിയല്ല, ചീറ്റപ്പുലിയാ.
ആ പറയാം. രാജീവിന്റെ ആക്സിഡന്റിന്റെ കേസ് അന്വേഷിക്കാൻ ഒരു പുതിയ ACP വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ തന്നോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ? ആ, വന്ദന സ്റ്റേഷനിൽ ചെന്ന് അവരെ കണ്ടിരിക്കുന്നു. ആ, രാജീവിന്റെ ആക്സിഡന്റിനെ കുറിച്ച് വന്ദന കൊടുത്ത പരാതി അന്വേഷിക്കണമെന്ന് വന്ദന ACPയോട് അങ്ങോട്ട് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നു. ഏ? എനിക്ക് പരിചയമുള്ള ഒരു കോൺസ്റ്റബിൾ ഇങ്ങോട്ട് വിളിച്ച് വിവരം പറഞ്ഞതാ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു കാഞ്ഞ വിത്ത ഈ ACP എന്ന് പറയുന്നവള്. ഉം. പണമോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് അവളൊന്ന് സ്വാധീനിക്കാൻ ശ്രമിക്കുക. എങ്ങനെയെങ്കിലും അവളുടെ ശ്രമം പൊളിച്ചിരിക്കണം. അതെ, ഞാൻ MLA ആയിരുന്ന ആളായതുകൊണ്ട് എനിക്കങ്ങനെ പെട്ടെന്ന് കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല. താൻ തന്നെ അത് ചെയ്തിരിക്കണം. താനെന്താണെന്നും മിണ്ടാത്തത്? പോലീസാണെന്ന് പറഞ്ഞപ്പോ തന്റെ ബോധം പോയോ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു. എന്ത്? കേസ് അന്വേഷണം പൊളിക്കണമെങ്കിൽ തെളിവുകൾ നശിപ്പിച്ചിരിക്കണം. അത് ഞാൻ ചെയ്തോളാം. ദിയമോളെ കൊല്ലുന്ന കാര്യം തൽക്കാലം കുറുപ്പ് സാർ അറിയണ്ട. മകന്റെ വളർത്തുമകളോട് കുറുപ്പിന് സ്നേഹം തോന്നി തുടങ്ങിയാലോ? കേസ് അന്വേഷണം ആരംഭിച്ച യഥാർത്ഥ പ്രതി അകത്താവും. അതൊരിക്കലും നടക്കാൻ പാടില്ല. ഹലോ, തന്റെ ബോധം വീണ്ടും പോയോ? താനെന്തോന്നും മിണ്ടാത്തത്? ആ. കേസന്വേഷണം ആരംഭിച്ച കുടുങ്ങുന്നത് സാറിന്റെ മകൻ ജഗനാണെന്നുള്ള കാര്യം ആലോചിച്ചതാ. ഹലോ ഹലോ, ഇവരെന്തോ ഈ പറയുന്നേ? സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച തെണ്ടി. കൊട്ടാ